ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആർ ലിവിങ് ബൈ രേഷ്മ. ഇന്ന് നമുക്ക് പ്രോൺസ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാംസ് പ്രോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ റെസിപ്പി തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലുള്ള നല്ല റെസിപ്പീസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമോ. അപ്പോൾ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വലിയുള്ളി, സവാള, അത് നീളത്തിലായിട്ട് മുറിക്കുക. അതേപോലെ തന്നെ ചെറിയ ഉള്ളി അതേപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, പിന്നെ ഗ്രീൻ ചില്ലി അതായത് പച്ചമുളക്, അതും നീളത്തിൽ മുറിച്ച് കൊടുക്കുക. അതിനുശേഷം 2 തക്കാളി എടുത്ത് അതും നീളത്തിൽ മുറിച്ച് കൊടുക്കുക. നമ്മൾ എത്ര സവാള എടുക്കുന്നോ അല്ലെങ്കിൽ ഉള്ളി എടുക്കുന്നോ അതിൻ്റെ ഈക്വൽ പ്രപ്പോർഷൻ തക്കാളി എടുക്കണേ. ഇതാണ് ഇതിൻ്റെ സീക്രട്ട്. ആ ഒരു ചെറിയ പുളിയും ഉള്ളിയുടെ ഒരു ചെറിയൊരു എരിവും ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ പ്രോൺസ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം തന്നെ പേസ്റ്റാക്കി എടുക്കണം. കുറച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമുക്കത് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് വലിയുള്ളി, ചെറിയുള്ളി, കരിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളി നല്ല മുഷിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇല്ലേ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയുടെ ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അത് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച്. അതൊന്ന് പകുതി വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി വരുന്ന സമയത്ത് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് നമുക്ക് കാണാം. ഈ ഒരു പരുവാവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ടേസ്റ്റി പ്രോൺസ് റോസ്റ്റ് റെഡിയായി. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. താങ്ക്